ബിന്ദുവിന്റെ സമയം തെറ്റിയുള്ള വരവ് നിർബാധം തുടർന്നു. ഓരോരോ ദിവസവും ഓരോ പുതിയ കള്ളങ്ങൾ അവൾ കണ്ടുപിടിക്കും. അനുജത്തിയുടെ കള്ളക്കളിയിൽ സംശയം തോന്നിയെങ്കിലും ഒരു തുമ്പും കിട്ടാതെ അവളെ കുറ്റപ്പെടുത്താൻ രാജിക്കായില്ല. അഞ്ജന ഇടയ്ക്കിടെ വാക്കുകൾ കൊണ്ടോരോ കുത്തുകൊടുത്തെങ്കിലായി. അതിന് അവളുടെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ കിഴുക്ക് വാങ്ങിക്കുകയും ചെയ്യും. ഒരു ദിവസം 2 ടൂറിസ്റ്റുകളുമായി ഓട്ടം പോവുകയായിരുന്നു രാജി. ഇടയ്ക്ക് ഓട്ടോയ്ക്ക് പുറകിൽ നിന്ന് ഒരു ലോറി ഹോൺ മുഴക്കാൻ തുടങ്ങിയപ്പോൾ രാജി ലോറിക്ക് കടന്നു പോകാനായി ഓട്ടോയെ സൈഡിലേക്ക് ഒതുക്കി ഓടിച്ചു. അപ്പോൾ ലോറിയെയും ഓട്ടോയെയും മറികടന്ന് ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു പോയി. അതിനിടയിൽ രാജിയുടെ ശ്രദ്ധ അറിയാതെ വന്ന ബൈക്കിലേക്ക് പാളി. ഒരു നിമിഷം രാജിയുടെ നെഞ്ചിൽ നിന്നും ഒരു ഓളം പാറി. ബൈക്ക് ഓടിക്കുന്നയാളുടെ ചുമലിൽ കൈവച്ചിരിക്കുന്ന ആ സ്ത്രീ, അത് ബിന്ദുവല്ലേ എന്ന ബലമായ സംശയം. ചരക്ക് ലോറി മുൻപിൽ കടന്നതുകൊണ്ട് വ്യക്തമായി കാണാനും സാധിച്ചില്ല. എന്നാൽ ബൈക്കിന്റെ നമ്പർ രാജിയുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അതേതായാലും ഭാഗ്യമായി. ടൂറിസ്റ്റുകളെ പാർക്കിൽ ഇറക്കിയിട്ട് ഓട്ടോ റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരച്ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ബൈക്ക് അവളുടെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അതിലുണ്ടായവർ ഈ പാർക്കിൽ തന്നെ കാണും, രാജി ഓർത്തു. ഒരു മിന്നായം പോലെ കണ്ടുള്ളെങ്കിലും അത് ബിന്ദു തന്നെയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ആഴ്ചകളോളമായുള്ള ബിന്ദുവിന്റെ ഒളിച്ചുകളിയും അത് അവൾ തന്നെയാണെന്ന് ഊഹിക്കാൻ രാജിയെ പ്രേരിപ്പിച്ചു. ഉടുത്തിരിക്കുന്ന സാരിയുടെ തുമ്പെടുത്ത് തലവഴി മൂടി രാജി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ശേഷം മരങ്ങളുടെ മറപറ്റി പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം കണ്ട സിമന്റ് ബെഞ്ചിൽ കമിതാക്കൾ ഇരുന്ന് സ്വറ പറയുന്നുണ്ടായിരുന്നു. അതിനടുത്തായുള്ള മറ്റൊരു സിമന്റ് ബെഞ്ചിന്റെ മൂലയിൽ ഇരുന്ന രാജി പാർക്കിങ്ങിൽ അങ്ങോളം ഇങ്ങോളം ഇരിക്കുന്ന ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അങ്ങ് ദൂരെ ഉടയാടകളൊന്നുമില്ലാതെ അലസം നിൽക്കുന്ന ഒരു സ്ത്രീ പ്രതിമയ്ക്ക് മുന്നിൽ അതിനെ ആസ്വദിച്ചെന്നോളം മെയ്യോട് മെയ്യുരുമി നിൽക്കുന്ന ആ പ്രണയ ജോഡികളിൽ രാജിയുടെ കണ്ണുകൾ എത്തി നിന്നു. ബൈക്കിൽ കണ്ടത് ബിന്ദുവായിരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർക്കിൽ കയറിയ രാജിക്ക് കൺമുന്നിൽ കാണുന്ന സത്യത്തെ അംഗീകരിക്കാതിരിക്കാനായില്ല. അവിടെ കുഴഞ്ഞു വീഴുമോ എന്ന് തോന്നിയപ്പോൾ സിമന്റ് ബെഞ്ചിൽ മുറുകെ പിടിച്ചു. അധിക നേരം ആ ശൃംഗാര രംഗം കണ്ടു നിൽക്കാൻ രാജിക്കായില്ല. വീട്ടിലെത്തിയ ഉടനെ വസ്ത്രങ്ങൾ മാറി ബിന്ദു വരുന്നതും കാത്ത് അടുക്കള വാതിൽക്കൽ നിന്നു. ബിഎഡിന് പോകുന്ന അഞ്ജനയ്ക്ക് 2 ദിവസം മുമ്പാണ് ഹോസ്റ്റൽ സൗകര്യം കിട്ടിയത്. മാസം ഹോസ്റ്റൽ വാടകയും ഭക്ഷണ ചെലവുമായി നല്ലൊരു തുക അവൾക്കായി വേണ്ടിവരും. ബിന്ദുവിന്റെ ഓരോ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലാവുന്ന മട്ടാണ്. ആദ്യമായി കിട്ടിയ ശമ്പളം അപ്പാടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാനാണ് അവൾ ഉപയോഗിച്ചത്. ഇപ്പോഴിതാ അന്യൊരുത്തനോടൊപ്പമുള്ള ഊരിച്ചുറ്റലും അവനോടൊത്തുള്ള ബിന്ദുവിന്റെ കൊഞ്ചലും കുഴയിലും ഓർത്തപ്പോൾ രാജിക്ക് അടി മുതൽ ഉച്ച വരെ ദേഷ്യം പെരുത്തു കയറി. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് പാത്തും പതുങ്ങിയും ബിന്ദു അവിടെ എത്തിയത്. വാതിൽപ്പടിയിൽ രാജിയെ കണ്ടെങ്കിലും കൂസലന്യെ അവൾ അകത്തേക്ക് കടക്കാൻ ഒരുങ്ങി. എവിടെയായിരുന്നു ഇതുവരെ? ശോഭമുള്ളിലടക്കി രാജി ചോദിച്ചു. അത് ഗൗനിക്കാതെ അകത്തേക്ക് കടക്കാൻ തുനിഞ്ഞ ബിന്ദുവിന് നേരെ രാജി കൈകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നിട്ട് ഇങ്ങോട്ട് കയറിയാ മതി. എവിടെയായാലും ചേച്ചിക്ക് എന്താ? നീരസം വിടാതെ ബിന്ദു പറഞ്ഞു. എടീ! മിന്നൽ വേഗത്തിലാണ് രാജിയുടെ കരുതലം ബിന്ദുവിന്റെ കവിളിൽ പതിഞ്ഞത്. ഇനി എന്നെ തൊട്ടുപോകരുത്! അടികൊണ്ട കവിൾത്തടത്തിൽ കൈപ്പത്തി അമർത്തി ബിന്ദു ചീറി. വീണ്ടും അടിക്കാനായി ഉയർന്ന രാജിയുടെ കൈ വായുവിൽ നിശ്ചലമായി. എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ അടിച്ചത്? ജസ്റ്റിനുമായുള്ള സ്നേഹത്തിന്റെ പേരിലോ? വിവാഹം കഴിഞ്ഞിട്ടും കാമുകനോടൊപ്പം അഴിഞ്ഞാടി നടക്കുന്ന നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാൻ എന്തർഹതയാണുള്ളത്? ബിന്ദുവിന്റെ വാക്കുകൾ ശരവർഷം പോലെ രാജിയുടെ മനസ്സിൽ തുളച്ചു കയറി. മനസ്സിനേറ്റ മുറിവ് രാജിയെ തളർച്ചയിലേക്ക് വീഴ്ത്തി. ഒരു ശില പോലെ വാതിൽപ്പടി തറഞ്ഞ രാജിയെ തള്ളി മാറ്റി തറ ചവിട്ടി കുലുക്കി ബിന്ദു അകത്തേക്ക് കയറിപ്പോയി. ആ പോക്കു നോക്കി വാതിൽപ്പടിമേൽ തളർന്നിരുന്ന രാജി സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞു. രാത്രി ഏറെ വൈകുവോളം ആ ഇരിപ്പ് അവൾ തുടർന്നു. ഒടുവിൽ കമ്മാരന്റെ ഭക്ഷണ സമയമായപ്പോഴാണ് എഴുന്നേറ്റത്. ഭക്ഷണം കഴിച്ച അദ്ദേഹം ഉടനെ തന്നെ ബെഡ്റൂമിൽ കയറി കതകടച്ചു. ഇനി തന്റെയും ബിന്ദുവിന്റെയും മൂഴമാണ്. വയറ് കത്തിക്കാളുന്ന വിശപ്പോടെ അച്ഛന്റെ എച്ചിൽ പാത്രത്തിന് മുമ്പിൽ ഇരുന്നു. എത്ര തന്നെ പിണങ്ങിയാലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ഇതുവരെ തെറ്റിച്ചില്ല. വിളിക്കാതെ ബിന്ദു വരില്ലെന്ന് ഉറപ്പായപ്പോൾ മുറിയിലേക്ക് ചെല്ലാൻ തന്നെ രാജി തീരുമാനിച്ചു. കണ്ണടച്ച് കമിഴ്ന്നു കിടക്കുകയായിരുന്ന ബിന്ദുവിനെ കണ്ടപ്പോൾ വ്യസനം തോന്നി. ബിന്ദു, എഴുന്നേക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ?
ബെഡിൽ ബിന്ദുവിന്റെ അരികിലിരുന്ന് അവളുടെ പുറം തടവിക്കൊണ്ട് രാജി പറഞ്ഞു, എനിക്ക് വേണ്ട. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, സ്വയം കഴിച്ചാ മതി. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ രാജിക്ക് പുറംതിരിഞ്ഞു. ചേച്ചിയോട് ക്ഷമിച്ചു കളമോളെ. തമാശയ്ക്ക് പോലും ഞാൻ ഇതുവരെ നിങ്ങളെ തല്ലിയിട്ടില്ലല്ലോ. ഇപ്പോ പെട്ടെന്നൊരു ദേഷ്യത്തിന്. ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാമോ? നാശം. അതിനാവില്ലെങ്കിൽ പറ, ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം. അപ്പോഴത്തെ അവളുടെ ഭാവത്തിൽ നിന്നും അത് ചെയ്യാൻ മടിക്കില്ലെന്ന് രാജിക്ക് തോന്നി. ദുഃഖം കടിച്ചമർത്തിയ രാജി ചെന്ന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ച് സ്വന്തം മുറിയിൽ പോയി കിടന്നു. ഇപ്പോൾ വിശപ്പിന്റെ കാഠിന്യം അവൾ അറിയുന്നില്ല. അനുജത്തിയെ തല്ലാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. ഓരോന്ന് ചിന്തിച്ച് കരഞ്ഞും പിഴിഞ്ഞും ആ രാത്രി അവൾ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. രാവിലെ എഴുന്നേറ്റെങ്കിലും ശൂന്യമായ വയറു നിമിത്തം തല തെറിക്കുന്നത് പോലെ തോന്നി. വയറ്റിൽ നിന്നും എന്തൊക്കെയോ ഉരുണ്ടു കയറുന്നത് പോലെ. എങ്കിലും പണിയെടുക്കാതെ വയ്യല്ലോ. പ്രാതലിന് പുറമെ രണ്ടുപേർക്കും കൊണ്ടുവേണ്ട ചോറും തയ്യാറാക്കണം. ഒപ്പമുള്ള ഡ്രൈവർമാരെല്ലാം ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ താൻ മാത്രം പൊതിച്ചോറ് കൊണ്ടുപോകുന്നതിൽ ജാള്യത ഇല്ലാതെയില്ല. ഹോട്ടലിൽ നിന്നാകുമ്പോൾ അധിക ചെലവ് വരുന്നതാണ് പൊതിച്ചോറിലേക്ക് തിരിയാനുള്ള കാരണം. കൃത്യം 7 മണിയായപ്പോഴേക്കും അടുക്കള ജോലി പൂർത്തിയായി. ബാത്റൂമിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ശബ്ദം കേട്ടപ്പോ ബിന്ദു ആണെന്ന് മനസ്സിലായി. രാജി 2 വാഴയില വെട്ടിക്കൊണ്ടുവന്ന് രണ്ടിലും ചോറും കറികളും വിളമ്പി പൊതി കെട്ടി. ഒന്ന് ബിന്ദുവിന്റെ ബാഗിലും ഒന്ന് അവളുടെ ബാഗിലും വെച്ചു. സമയമേറെ ആയിട്ടും ബിന്ദുവിനെ കാണാഞ്ഞപ്പോ രണ്ടുപേർക്കുമുള്ള പ്രാതൽ ഡൈനിങ് ടേബിളിൽ നിരത്തി ഒരുക്കത്തിനായി മുറിയിൽ ചെന്നു. ഡ്രസ്സ് മാറിയതിനു ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുകയായിരുന്നു രാജി. അപ്പോഴാണ് സംഹാര രുദ്രെ പോലെ ബിന്ദു അങ്ങോട്ട് വന്നത്. എന്റെ ബാഗ് തുറക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? വന്ന പാടെ അവൾ രാജിക്ക് നേരെ ചീറി. അത് ആ ചോറ്റുപൊതി അതിലിട്ടതാ. ശാന്തമായി രാജി പറഞ്ഞു. ചോറ്റുപൊതി ഇടാൻ, അല്ലാതെ വല്ല രഹസ്യമുണ്ടോ എന്ന് തപ്പി നോക്കിയതല്ല. മോളെ, ഗദ്ഗതത്തോടെ രാജി വിളിച്ചു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ തേടി നടക്കുന്ന പഠിച്ച കളിയായ നിങ്ങൾ ഇനി എന്റെ മുറിയിൽ പോലും കയറിപ്പോകരുത്. മൂർച്ചയേറിയ വാക്കുകളായിരുന്നു അവൾ രാജിക്ക് മേൽ വർഷിച്ചത്. വിറച്ചു വീഴാൻ തുടങ്ങിയ തന്റെ ദേഹത്തെ മേശവിളുമ്പിലേക്ക് ചായച്ച് രാജി നിന്നു. ഇത്ര വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പഠിപ്പിച്ച് ഇത്രടം വരെ ആക്കിയതോ? രാജിയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ധാരധാരയായി ഒഴുകി. പഠിപ്പിച്ചതിന്റെ കണക്ക് പറഞ്ഞ് കാശ് പിടുങ്ങാമെന്ന മോഹമൊന്നും വേണ്ട. കെട്ടിയോ മുക്കിയിട്ട് പോയ പറമ്പെടുക്കാൻ ബിന്ദുവിനെ പ്രതീക്ഷിക്കുകയും വേണ്ട. ബിന്ദുവിന്റെ ഓരോ വാക്കിലും അഗ്നിയുടെ ചൂടും പകയും ഉണ്ടായിരുന്നു. ഒടുവിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് നിശ്ചലം നിൽക്കുകയായിരുന്ന രാജിയുടെ നേർക്ക് കയ്യിലിരുന്ന ചോറ്റുപൊതി വലിച്ചെറിഞ്ഞ് ബിന്ദു പടിയിറങ്ങിപ്പോയി. കെട്ടുപൊട്ടി വീണ ചോറ്റുപൊതി നോക്കി ഹൃദയം പിളറുമാറ് രാജി പൊട്ടിക്കരഞ്ഞു. ഈശ്വര, തന്റെ അനുജത്തിക്ക് ഇത് എന്തു പറ്റി? 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും ഒരമ്മയുടെ സ്ഥാനം വഹിച്ചാണ് താൻ അവരെ വളർത്തിയത്. എന്നിട്ടും ഓർക്കുംതോറും നെഞ്ചു പൊടിയുന്ന വേദനയാൽ രാജി പിടഞ്ഞു. ആഴ്ചകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബിന്ദു ഇന്ന് ആ വീടിന് അന്യമായത് രാജിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം. കമാരന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ബിന്ദുവിന്റെ സന്ധ്യാനേരത്തുള്ള വരവ് ഇപ്പോഴും തുടരുന്നു. രാജി എന്തെങ്കിലും സംസാരിക്കാൻ പോയാ പട്ടിയെ ആട്ടുന്നതിന് സമമായി അവളെ ആട്ടും. എല്ലാം കൊണ്ടും തകർന്ന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ട രാജി മാസങ്ങൾ കൊണ്ട് പട്ടിണിക്കോലമായി. ഇതിനിടെ ബിന്ദുവിന്റെ മുഖത്ത് വന്ന വിളർച്ചയും ഒടിഞ്ഞു തൂങ്ങിയുള്ള നടത്തവും അടിവയറ്റിലെ വീക്കവും ഒക്കെ രാജിയെ ഭയപ്പെടുത്തി. അന്ന് ഓട്ടോറിക്ഷയ്ക്ക് പണിയുള്ളത് കൊണ്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് നേരത്തെ പോരുകയായിരുന്നു രാജി. വീട്ടിലെത്തിയ പാടെ പൈപ്പിന് ചുവട്ടിൽ നിന്ന് കാല് കഴുകാനായി അവൾ കുനിഞ്ഞു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ബിന്ദു വരുന്നത് കണ്ടത്. ആ വരവിൽ രാജിക്ക് എന്തോ പന്തികേട് തോന്നി. രാജിയുടെ മുൻപിൽ എത്തിയതും അവളൊന്ന് നിന്നു. ആ കണ്ണുകളിൽ നിന്നും 2 മുത്തുകൾ താഴെ വീണ് ചിതറുന്നത് രാജി കണ്ടു. എന്താ നേരത്തെ പോന്നത്? സുഖമില്ലായിരുന്നോ? അതിനുത്തരം കൊടുക്കാതെ ഒരു പൊട്ടിക്കരച്ചിലോടെ ബിന്ദു അകത്തേക്ക് ഓടി. സംഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ പുറകെ രാജിയും ചെന്നു. തലേണയിൽ മുഖമമർത്തി ശബ്ദമില്ലാതെ കരയുകയായിരുന്നു ബിന്ദു. മോക്ക് എന്തു പറ്റി? എന്തുണ്ടെങ്കിലും ചേച്ചിയോട് പറ. ജസ്റ്റിൻ, അവൻ എന്നെ ചതിച്ചു. എന്നെ വിവാഹം കഴിക്കാൻ അവന്റെ അമ്മച്ചി സമ്മതിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു പോയതാ. ഇപ്പോഴാണ് അറിയുന്നത് അവൻ നാട് വിട്ടെന്ന്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല.
ഇനി എന്തിനു ഞാൻ ജീവിക്കണം? അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു. പോട്ടെ മോളെ, അല്ലെങ്കിലും ആ ബന്ധം നമുക്ക് പറഞ്ഞതല്ല. ചേച്ചി കരുതും പോലെ അല്ല. എന്റെ ഉദരത്തിൽ അവന്റെ കുഞ്ഞു വളരുന്നുണ്ട്. പൊടുന്നനെ രാജി ഒന്ന് ഞെട്ടി. അവസാനം ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അവളുടെ അന്ധകരണം മന്ത്രിച്ചു. ഡോക്ടർ അംബികാദേവിയുടെ കൺസൾട്ടിംഗ് റൂം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി? ഡോക്ടറുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ പ്രിൻസ് ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. അത് ഒരു 8 മാസത്തോളായി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുള്ള നമ്മുടെ നാട്ടിൽ നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ തന്നെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നത് വളരെ ഖേദകരം തന്നെ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഡോക്ടർ, ഇപ്പൊ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റിയ ചുറ്റുപാടിലല്ല ഞങ്ങൾ, അതുകൊണ്ടാ, പ്രിൻസ് പറഞ്ഞു. സോറി, അബോർഷൻ നടത്തുന്നതിന് ചില പരിധികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അബോർഷൻ സാധ്യമാകില്ല എന്ന് മാത്രമല്ല പ്രശ്നവുമാണ്. ഡോക്ടർ എങ്ങനെയെങ്കിലും ബിന്ദുവിന്റെയും രാജിയുടെയും മുഖം കണ്ടപ്പോൾ പ്രിൻസിന് വല്ലായ്മ തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഇനി അതിന് കഴിയില്ല. നിങ്ങൾ കുറച്ച് നേരത്തെ വിചാരിക്കണമായിരുന്നു. നിസ്സഹായനായ പ്രിൻസ് രാജിയെ നോക്കി. ഡോക്ടറുടെ മറുപടി കേട്ടതും കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ അതരം കടിച്ചമർത്തി ബിന്ദു കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്കോടി. പുറകെ രാജിയും. പ്രിൻസ് ചെല്ലുമ്പോൾ വരാന്തയിലെ ചുവരിൽ തല തല്ലിക്കരയുന്ന ബിന്ദുവിനെയും അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന രാജിയെയുമാണ് കണ്ടത്. ഛേ, എന്താ ഇത്? ചുറ്റും ആൾക്കാരുണ്ടെന്ന് പോലും ഓർക്കാതെ, പ്രിൻസ് കുറ്റപ്പെടുത്തി. അപ്പോഴാണ് ഇടിയുടെ ശക്തിയിൽ ബിന്ദുവിന്റെ നെറ്റി പൊട്ടി ചോരയൊലിക്കുന്നത് അവൻ കണ്ടത്. രാജി എത്ര ശ്രമിച്ചിട്ടും അവളെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെന്നായപ്പോൾ പ്രിൻസ് ചെന്ന് ബലമായി പിടിച്ച് ചുവരിൽ നിന്ന് അകറ്റി. ഭ്രാന്തയാട്ടാതെ അടങ്ങി നിൽക്ക്. വീണ്ടും കുതിറാനാണ് ബിന്ദുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഈ സമയത്ത് നീ ഇങ്ങനെ തുടങ്ങിയ അതിന്റെ കേട് വയറ്റി കിടക്കുന്ന കുഞ്ഞിനാ. കുഞ്ഞ്? എന്തു കുഞ്ഞ്? ആരുടെ കുഞ്ഞ്? നശിച്ചു പോവട്ടെ. കുതിറിനിടയിൽ ബിന്ദു പുലമ്പിക്കൊണ്ടിരുന്നു. ഇനി അത് നശിക്കാൻ പാടില്ല. അത് പറയാൻ നിനക്കെന്ത് അധികാരം? അമർഷത്തോടെ പ്രിൻസിൽ നിന്ന് കുതറി മാറിയിട്ട് അവൾ ചോദിച്ചു. നീ എന്റെ ഭാര്യയാണെന്നുള്ള അധികാരം, നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണെന്നുള്ള അധികാരം, എന്താ അത്രയും പോരെ? പ്രിൻസിന്റെ വാക്കുകളിലെ ദൃഢത ബിന്ദുവിനെയും രാജിയെയും ഒരുപോലെ പകപ്പിച്ചു. കളിവാക്ക് പറഞ്ഞതല്ല. ഡോക്ടർ അംബികാദേവിയുടെ കൺസൾട്ടിംഗ് റൂമിൽ കഴിച്ചുകൂട്ടിയ അരമണിക്കൂർ സമയം ബിന്ദു എന്റെ ഭാര്യയായിരുന്നു. ആ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞായിരുന്നു. ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വേണ്ട പ്രിൻസ്, ഇവളുടെ ഉദരത്തിൽ വളരുന്നത് നിന്റെ കുഞ്ഞല്ല എന്ന് നമുക്ക് 3 പേർക്കും സ്പഷ്ടമായി അറിയാം. പിന്നെ എന്തിനാണ് ഈ ത്യാഗം? ത്യാഗമല്ല രാജി, പിന്നെ സഹതാപമോ? മറുപടി പറയാൻ കുറച്ച് സമയമെടുത്തു. രണ്ടുമല്ല. ചിലപ്പോ എനിക്ക് വിധിച്ചത് ഇവളെ ആയിരിക്കാം, അതാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും വേണ്ട പ്രിൻസ്. വേണം. രാജി എതിര് നിൽക്കരുത്. ഒടുവിൽ പ്രിൻസിന്റെ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങിയ രാജിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ചുവന്നിരുന്നു. ഇവൾ ഓടിച്ചോടിപ്പോയി എന്ന് പറയുമ്പോ അച്ഛന്റെ സ്ഥിതി എന്താകുമെന്ന് അറിയില്ല. എങ്കിലും കല്യാണം കഴിക്കാതെ ഇങ്ങനെ ആയി എന്നറിഞ്ഞാലുള്ള അത്ര വിഷമം ഉണ്ടാവില്ലല്ലോ, അല്ലേ? രാജിയുടെ കണ്ണുകൾ ബിന്ദുവിന്റെ അടിവയറ്റിലേക്ക് നീണ്ടു. അപ്പോ പ്രിൻസിന്റെ വീട്ടുകാർ? രാജി ചോദിച്ചു. ഇപ്പോ ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. തൽക്കാലം ദൂരെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കാം. ശരി, നിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ല, രാജി ചോദിച്ചു. നാളെ പുലർച്ചെ ഒരു 4 മണിക്ക് നരിമടയ്ക്ക് സമീപം എവിടെയും കൊണ്ട് നീ വരണം. അവിടെ ഞാൻ ഉണ്ടാകും. ബാക്കിയൊക്കെ അന്നേരം തോന്നും പോലെ. എല്ലാം ഒരു കരയ്ക്കടുത്ത സന്തോഷത്തോടെ ബിന്ദുവിനെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രിൻസിനോട് മനസ്സുകൊണ്ട് 1000 നന്ദി പറഞ്ഞ് ബിന്ദുവിനെയും കൊണ്ട് രാജി മടങ്ങി. ബിന്ദുവിന് ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്ന രാജിയുടെ മനസ്സ് അവിടങ്ങളിൽ ഒന്നുമല്ലായിരുന്നു. നാളെ പുലർച്ചെ ബിന്ദു ഈ വീടിന്റെ പടിയിറങ്ങും. ഇനി ഒരു പക്ഷെ അവൾ ഒരിക്കലും തിരിച്ച് ഈ വീടിന്റെ പടി കയറില്ലായിരിക്കും. മകൾ പള്ളയും വെറുപ്പിച്ച് അന്യമതസ്ഥന്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നത് അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്ന് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പറയുന്ന പാവം അച്ഛൻ അറിയുന്നില്ലല്ലോ. അതിന് ഒത്താശ നിൽക്കാൻ വേറൊരു മകളും. അച്ഛൻ ഈ മകളോട് ക്ഷമിക്കണം. അച്ഛന്റെ അഭിമാനത്തിൽ നിൽക്കുന്ന വലിയൊരു മുറിവ്, അത് ചെറുതാക്കാനാണ് ഈ മകളുടെ ശ്രമം. രാജിയുടെ തേങ്ങുന്ന ഉള്ള് മന്ത്രിച്ചു.
ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട് ഇല്ലേ? രാജിയുടെ ചെയ്തികൾ നോക്കി നിൽക്കുകയായിരുന്ന ബിന്ദു പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പാട് സഹിക്കേണ്ടത്? എന്നാലും ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. ബിന്ദു വിതുമ്പി. ഇങ്ങനെ ഒരു ചതിവ് പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിനക്ക് കൂട്ടു നിൽക്കില്ലായിരുന്നു. നിനക്ക് കൂട്ടുനിന്നത് ഞാനാണെന്ന് അറിഞ്ഞ അച്ഛന്റെ നെഞ്ചു പൊട്ടും. അമ്മ മരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ചെറുപ്പമായിരുന്നു. അതിനുശേഷം 3 പെൺപിള്ളേരെ വളർത്തി ഇത്രയൊക്കെ ആക്കാൻ അച്ഛൻ അനുഭവിച്ച നരകയാതന അത് അച്ഛനും ദൈവത്തിനും മാത്രമേ അറിയാവൂ. അദ്ദേഹത്തിന് മുന്നിൽ വെച്ചാണ് നമ്മൾ ഈ കള്ളക്കളിക്ക് ഒരുങ്ങുന്നത് എന്ന് ഓർക്കുമ്പോ മനസ്സ് വിങ്ങുക. രാജി സങ്കടം ഒതുക്കാൻ പാടുപെടുന്നതിനിടയ്ക്ക് ബിന്ദുവിൽ നിന്നൊരു ഏങ്ങിക്കരച്ചിലുണ്ടായി. പറഞ്ഞതുപോലെ നരിമടിക്കടുത്ത് ഓട്ടോറിക്ഷയും കൊണ്ട് പ്രിൻസ് കാത്തു നിന്നിരുന്നു. നേരം പുലരാൻ ഇനിയും ഏറെയുണ്ടല്ലോ, അതുവരെ നിങ്ങൾ എന്തു ചെയ്യും? രാജി ചോദിച്ചു. രാജി പേടിക്കണ്ട, എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ട് തന്നെയാ ഞാൻ പുറപ്പെട്ടത്, പ്രിൻസ് പറഞ്ഞു. എങ്കിൽ ഇനി വൈകിക്കണ്ട. ഓട്ടോയിലേക്ക് കയറുമ്പോൾ ബിന്ദുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ രാജി തിരിഞ്ഞോടി. വീട്ടിലെത്തി പ്രഭാത ജോലികൾ തുടങ്ങിയെങ്കിലും മനസ്സിലെ പിരിമുറുക്കങ്ങൾ കൊണ്ട് എടുക്കുന്ന പണിക്ക് യാതൊരു അടുക്കും ചിട്ടയും ഇല്ലായിരുന്നു. അരി ആട്ടുമ്പോൾ ആട്ടുകല്ല് നിറഞ്ഞു തൂവിപ്പോയ മാവ് നിലം മുഴുവൻ പടർന്നപ്പോൾ മാത്രമാണ് അവൾ അറിഞ്ഞത്. ചോറാണെങ്കിൽ വെന്തു കുഴഞ്ഞും പോയി. അച്ഛന്റെ മുന്നിൽ പെടാതിരിക്കാൻ കഴിവതും അവൾ ശ്രമിച്ചു. ബിന്ദുവിനെ കുറിച്ച് വല്ലതും ചോദിച്ചാൽ പറയാനുള്ളത് മനസ്സിൽ അടുക്കിയിട്ടുണ്ട്. എങ്കിലും ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ വല്ലാത്തൊരു വിമ്മിഷ്ടം. എന്നും 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്ന രാജി അന്ന് 7:30 തന്നെ ഇറങ്ങി. സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ വെച്ച് മുനിയെപ്പോലെ ഇരുന്ന് ഉച്ചയാക്കി. കൊണ്ടുവന്ന ചോറ്റുപൊതി അവൾ തുറന്നില്ല. രാജിയുടെ പതിവില്ലാതെയുള്ള മൂടുമാറ്റം കണ്ട് ഡ്രൈവർമാരും ശ്രദ്ധിക്കാൻ തുടങ്ങി. രാജി ഇന്ന് ഹസിനോട് വഴക്കടിച്ചു പോന്നതാണെന്ന് തോന്നുമല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. രാവിലെ മുതലേ തുടങ്ങിയതാ ഒരു തലകറക്കവും ക്ഷീണവും ഒക്കെ, അവളൊരു കള്ളം പറഞ്ഞു. ഇപ്പോഴും ഭർത്താവിനോടൊപ്പമാണ് തന്റെ ജീവിതമെന്ന് എല്ലാ ഡ്രൈവർമാരും കരുതുന്നു. ഇനി ബിന്ദു പറഞ്ഞ് പ്രിൻസ് സത്യസ്ഥിതി അറിഞ്ഞേക്കും. സുഖമില്ലെങ്കിൽ പിന്നെന്തിനാ രാജി ഇവിടെ നിൽക്കുന്നത്? അവർ നിർബന്ധിച്ചപ്പോൾ മടങ്ങാൻ തന്നെ രാജി തീരുമാനിച്ചു. നീ എന്താ നേരത്തെ? കമാരൻ ചോദിച്ചു. ചെറിയൊരു തലകറക്കം, അറിഞ്ഞുകൊണ്ട് അപകടം വരുത്തണ്ടല്ലോ എന്ന് കരുതി ഞാനിങ്ങ് പോന്നു. പറയുന്നതിനോടൊപ്പം രാജി അച്ഛനെ സൂക്ഷിച്ചൊന്ന് നോക്കി. വല്ലതും മറിഞ്ഞ ഭാവം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല എന്നറിഞ്ഞപ്പോഴും സന്തോഷമൊന്നും തോന്നിയില്ല. ബിന്ദു വന്നില്ല എന്നറിയുമ്പോ മുറവിളി കൂട്ടാൻ തുടങ്ങും. അന്നേരം എന്ത് പറഞ്ഞാണാവോ ഒന്ന് സമാധാനിപ്പിക്കുക? രാജി ചിന്തകളെ മേയാൻ വിട്ട് മുറിയിൽ അലസം കിടന്നു. അതെന്താ, രാജി ഇന്ന് പോയില്ലേ? ഓട്ടോ ഷെഡിൽ കിടക്കുന്നത് കണ്ടല്ലോ. രഘുവിന്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ നെഞ്ചിൻ കൂട് അസാധാരണമായി സ്പന്ദിക്കാൻ തുടങ്ങി. പോയിരുന്നു, എന്തോ സുഖമില്ലെന്നും പറഞ്ഞ് അല്പം മുമ്പ് ഇങ്ങെത്തിയതേ ഉള്ളൂ, കമ്മാരന്റെ മറുപടി. എന്തു പറ്റി? ചെറിയൊരു തലകറക്കം, അത്രേ ഉള്ളൂ. അവൾ ഇവിടെ വന്ന് വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ? അത് അവൾ ഇവിടെ തന്നെ ഇല്ലേ? ഉണ്ടല്ലോ. രാജി! അച്ഛന്റെ വിളി കേട്ടില്ലെന്ന് നടിച്ചു. മോളെ രാജി! രഘു എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് രാജിക്ക് മനസ്സിലായി. ഇനിയും കിടക്കുന്നത് ശരിയല്ല. എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നു. ബിന്ദു രാവിലെ ഇറങ്ങുമ്പോ നിന്നോട് വല്ലതും സൂചിപ്പിച്ചോ? ഉവ്വല്ലോ, വൈകുന്നേരം സ്റ്റാഫ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കുറച്ച് വൈകിട്ടേ എത്തുമെന്ന് പറഞ്ഞു. എന്താ രഘു? ഒന്നും അറിയാത്തതുപോലെ രാജി ചോദിച്ചു. അവളെ നീ കണ്ടോ? രഘു പറയാൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് കമാരൻ ചോദിച്ചു. ഇല്ല. രഘു അസ്വസ്ഥതയോടെ കമാരനിൽ നിന്നും മിഴികൾ പറിച്ചെടുത്തു. പിന്നെ അവൾക്ക് എന്തു പറ്റി? നീ ഒരുമാതിരി ഉരുണ്ട് കളിക്കാതെ കാര്യം പറ. കമാരേട്ടന് വിഷമം തോന്നരുത്. ബിന്ദു ഏതോ ഒരുത്തിനോടൊപ്പം ഒളിച്ചു പോയത്രേ. നീ എന്തായി പറയുന്നത്? കമാരന് വിശ്വസിക്കാനായില്ല. ആളൊരു ക്രിസ്ത്യാനിയാ. വിവാഹ രജിസ്റ്ററും കഴിഞ്ഞ് രണ്ടുപേരും ഇവിടം വിട്ടു പോയിന്നാ ഞാൻ അറിഞ്ഞത്, രഘു പറഞ്ഞു. എന്റെ ലക്ഷ്മി, നീ ഇത് കേൾക്കണില്ലേ? ഇവറ്റകളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ നീ എത്ര ഭാഗ്യവതി. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം ശ്വാസം ആഞ്ഞു വലിച്ചു. നെഞ്ചിൽ നിന്നും ചോര പൊടിയും വരെ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് നിന്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അവരെ വളർത്തി. എന്നിട്ടും
ഒരു കൈ നെഞ്ചത്തമർത്തി പിടിച്ച് മറുകൈ നെറ്റിമേൽ താങ്ങി കമാരൻ ചാരുകസേരയിലേക്ക് മലർന്നു വീണു. കമാരേട്ടാ! അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനുള്ള വാക്കുകൾക്കായി പരതുകയായിരുന്നു രഘു. ആ നിമിഷം പൊട്ടിക്കരയുകയായിരുന്ന കമാരന്റെ ശബ്ദം നേർത്ത് നേർത്ത് വന്ന് ഇല്ലാതെയായി. ഇമകൾ അടഞ്ഞു, നാക്ക് പുറത്തേക്ക് നീണ്ടു. അച്ഛാ! രാജി അലമുറയിട്ടുകൊണ്ട് കമാരന്റെ മാറിലേക്ക് വീണു. IC യൂണിറ്റിന് മുന്നിൽ ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ് രാജിയും രഘുവും. കരഞ്ഞു കരഞ്ഞ് തീക്കട്ട പോലെയായ രാജിയുടെ കണ്ണുകൾ ചീർത്തിട്ടുണ്ടായിരുന്നു. രഘു IC യൂണിറ്റിന്റെ വാതിൽക്കലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുലത്താൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഇടയ്ക്ക് അവൻ രാജിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. ബോധം വീണിട്ടുണ്ട്, ഒരു നേഴ്സ് വന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരാൾ കയറിയാ മതി. രഘു രാജിയെ നോക്കി. അവൾ നേഴ്സിന് പുറകെ തിടുക്കത്തിൽ നടന്നു. ബെഡിൽ കണ്ണുകൾ അടച്ച് നീണ്ടു നിവർന്നു കിടക്കുന്ന അച്ഛന്റെ രൂപം കണ്ടപ്പോൾ സഹിക്കാനായില്ല. അച്ഛാ! കമാരന്റെ നെഞ്ചത്ത് തൊട്ട് പതിയെ അവൾ വിളിച്ചു. സാവധാനം തുറന്ന കമാരന്റെ കണ്ണുകൾ അതേ നിമിഷം കൂമ്പി അടയുകയും ചെയ്തു. അച്ഛാ! അച്ഛാ! കരഞ്ഞുകൊണ്ടവൾ കമാരനെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു. ഛേ, അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. എവിടുന്ന് ഇങ്ങനെ ബഹളം കൂട്ടാതെ പുറത്തിറങ്ങൂ. പുറത്തിറങ്ങിയ രാജി വാതിൽക്കൽ നിന്ന് കൈകൾ കൊണ്ട് മുഖം മറിച്ച് വിങ്ങിക്കരഞ്ഞു. രാജി! വേദനയോടെ രഘു അവളുടെ ചുമലിൽ കൈവച്ചു. വാ, നമുക്ക് ആ സോഫയിലിരിക്കാം. ചുമലിലേക്ക് ചാഞ്ഞ രാജിയെ അടുക്കി പിടിച്ച് രഘു സോഫയ്ക്കരികിലേക്ക് നടന്നു. അജിനയെ ഒന്ന് അറിയിക്കണ്ടേ? സോഫയിലേക്ക് ചായുന്നതിനിടയിൽ രാജി ചോദിച്ചു. ഏയ്, അതിനു മാത്രം കമാരേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പെട്ടെന്നുള്ള ഷോക്കിൽ ഒന്ന് വീണു, അത്രയല്ലേ ഉള്ളൂ. മാത്രമല്ല അജിനയുടെ കോഴ്സ് തീരാറായില്ലേ. രഘുവിന്റെ വാക്കിനോട് യോജിച്ച് രാജി പിന്നോട് ഒന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് കമാരനെ IC യൂണിറ്റിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. രാവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണവും വാങ്ങി വരുന്ന രഘു സന്ധ്യയായാലേ തിരികെ പോകാറുള്ളൂ. കമാരേട്ടന് കുറവ് തോന്നുന്നുണ്ടോ? അന്നും രാവിലെ വന്ന രഘു കമാരനരികെ ബെഡിലിരുന്ന് ചോദിച്ചു. കുറയാൻ എന്ത് അസുഖമാണുള്ളത് എനിക്ക്? മുറിവ് തൊലിപ്പുറത്താണെങ്കിൽ ഔഷധം കൊണ്ട് ഭേദമാവും. മനസ്സിനേറ്റ മുറിവ് ഭേദമാക്കാൻ ഔഷധം കൊണ്ടോ ഡോക്ടറെ കൊണ്ടോ പറ്റില്ല. എന്ന് ഡോക്ടർ വരുമ്പോ വീട്ടിൽ പോകേണ്ട കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് സൂചിപ്പിക്കണം, കമാരൻ പറഞ്ഞു. നാളെ പോകാമെന്ന് ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട്. രഘു, ഞാനൊന്ന് വീട്ടിൽ പോയി വന്നാലോ? രാജി ചോദിച്ചു. എന്തിന്? നാളെ ഡിസ്ചാർജ് ആകാൻ പോവുകയല്ലേ. 4-5 ദിവസമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അടിക്കാതെയും വരാതെയും മുറി മുഴുവൻ നാശമായി കിടക്കുന്നുണ്ടാവും. രഘു മറുപടി ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയ രാജി കതക് തുറന്ന് സ്വന്തം മുറിയിൽ കയറി. ഷെൽഫ് തുറന്ന് അതിനകത്തു നിന്നും ഒരു ചെല്ലപ്പെട്ടി പുറത്തെടുത്തു. വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും എടുത്ത ഒരു താക്കോൽ ഉപയോഗിച്ച് അവൾ ആ ചെല്ലപ്പെട്ടി തുറന്നു. ശേഷം അതിൽ നിന്നും 3 വളകൾ എടുത്ത് പുറത്തു വെച്ച് പെട്ടി പൂട്ടി യഥാസ്ഥാനത്ത് വെച്ചു. തിരികെ ഇറങ്ങിയ രാജി ഇങ്ങോട്ട് വന്ന അതേ റിക്ഷയിൽ തന്നെ കയറി ടൗണിൽ ചെന്നിറങ്ങി. ഉടനെ ഇടംവലം നോക്കാതെ മഞ്ഞ പെയിന്റടിച്ച ഇരുനില കെട്ടിടത്തിന്റെ മുകളിലേക്ക് അവൾ കയറി. ഗോവണിയിലൂടെ അവസാനം ഇടത്തോട്ട് തിരിഞ്ഞ രാജി ഇടനാഴിയിലൂടെ ഓരോ മുറിയുടെയും മുന്നിലെ ബോർഡ് നോക്കി നടന്നു. ഒടുവിൽ 3-ാമത്തെ വാതിൽക്കലെ ചില്ലിൻകൂടിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. സ്വർണ്ണ പണയത്തിന്മേൽ 1 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കപ്പെടും. ആ ചില്ലിൻകൂട്ടിലെ ലിപികൾ ഇതായിരുന്നു. ഒന്ന് ശങ്കിച്ച ശേഷം രാജി ചില്ലുവാതിൽ തള്ളി അകത്തേക്ക് കടന്നു. ആളുകളൊക്കെ പാപ്പരായി കഴിഞ്ഞതിന്റെ ഉദാഹരണം ആ മുറിയിൽ നോക്കിയാൽ കാണാമായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടുന്ന് മടങ്ങണമെന്ന ത്വരയോടെ രാജി ബാഗിൽ നിന്നും വളകൾ പുറത്തെടുത്തു. അതുമായി അവൾ അവിടെ ഇരിക്കുന്ന ഒരു ജീവനക്കാരന്റെ നേരെ നടന്നെടുക്കാനാഞ്ഞതും ബലിഷ്ഠമായ ഒരു കരം അവളുടെ വളകളിരുന്ന കയ്യിൽ പിടുത്തമിട്ടതും ഒരുമിച്ചായിരുന്നു. ഞെട്ടലോടെ നോക്കിയപ്പോൾ കണ്ടത് രഘുവിനെയാണ്. അവന്റെ കണ്ണുകൾ രാജിയുടെ കണ്ണുകളിലൂടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ആ നോട്ടം നേരിടാനാവാതെ രാജി മുഖം കുനിച്ചു. വരൂ. രാജിയുടെ കൈനെ മോചിപ്പിച്ചതിന് ശേഷം രഘു പുറത്തേക്ക് നടന്നു. കുനിഞ്ഞ ശിരസോടെ രാജി അവനെ അനുഗമിച്ചു. വരാന്തയിലെത്തിയപ്പോൾ അവൻ നടത്തം നിർത്തി. വാണത്തിന് തീ കൊടുത്ത പോലെയുള്ള നിന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടത്തേക്ക് തന്നെയാണെന്ന്. ഈ സമയത്ത് രഘുവിനെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തു മറുപടി പറയും?
മുഖം കുനിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നു. കാശുണ്ടോന്ന് എന്നോട് അന്വേഷിച്ചിട്ട് മതിയായിരുന്നു ഈ പരക്കം പാച്ചിൽ, രഘു പറഞ്ഞു. ഈ ദിവസങ്ങൾ അത്രയും ചെലവാക്കിയത് രഘു തന്നെയല്ലേ? ഇനിയിപ്പോ നാളെ ബില്ല് കിട്ടുമ്പോ എത്രയാകുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. ബില്ല് കിട്ടുമ്പോഴത്തെ കാര്യമല്ലേ, അത് അന്നേരം നോക്കാം. നീ വാ, കമാരേട്ടൻ അവിടെ തനിച്ച. രഘു നടക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുന്നതാണ് രഘു, രാജി പറഞ്ഞു നോക്കി. അത് നല്ലതാ, തേഞ്ഞു പോകില്ലല്ലോ. കളിയായിട്ടാണെങ്കിലും ഗൗരവം വിടാതെ അവൻ പറഞ്ഞു. ഇതിനോടൊന്നും പറഞ്ഞാലും ഏശില്ല എന്ന ഭാവത്തോടെ രാജി അവന്റെ പുറകെ കോവണിയിറങ്ങി. പിറ്റേന്ന് തന്നെ കമാറിനെ ഡിസ്ചാർജ് ആക്കി. അവരെ ചാലക്കിൽ എത്തിച്ച ശേഷം പോകാനിറങ്ങിയതാണ് രഘു. അപ്പോഴാണ് കമാരന്റെ വിളി. രഘു. അവൻ തിരിഞ്ഞ് കമാരനെ നോക്കി. നിന്നെ കാണുമ്പോഴൊക്കെ ഓർക്കും പറയണം പറയണമെന്ന്, പക്ഷേ നാക്ക് പൊങ്ങി വരുന്നില്ല. എന്താ കമാരേട്ടാ? അത് പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറയുവാ. 1-2 മാസം ആണും പെണ്ണും കെട്ട ഒരുത്തന്റെ കൂടെ ജീവിച്ചത് പോരാകുകയാണില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവളെ നിനക്ക് സ്വീകരിച്ചൂടെ? പെട്ടെന്ന് രഘുവിന്റെ മുഖത്തൊരു തിളക്കം പ്രത്യക്ഷപ്പെട്ടു. അവൻ രാജിയെ നോക്കി. ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും കണ്ടില്ല. 10 വർഷം വേറൊരുവന്റെ കൂടെ ജീവിച്ചതും എനിക്കതൊരു പോരായികയായി തോന്നില്ല കമാരേട്ടാ. അത്രയ്ക്ക് ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടിരുന്നു, രഘു പറഞ്ഞു. മോളെ, കമാരൻ രാജിയെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ഇനി അധിക കാലമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെങ്കിലും നേർവഴിക്കായത് കണ്ടിട്ട് വേണം ഈ അച്ഛന് സമാധാനത്തോടെ അങ്ങ് പോവാൻ. അതുകൊണ്ട് മോൾ ഇതിന് സമ്മതിക്കണം. അച്ഛാ, എന്ത് പറയണ്ടോ എന്നറിയാതെ ദയനീയമായവൾ രഘുവിനെ നോക്കി. തിരക്ക് പിടിച്ചൊന്നും വേണ്ട കമാരേട്ടാ, കുറച്ചു നാളെങ്കിലും കൃഷ്ണരാജിനോടൊപ്പം കഴിഞ്ഞതല്ലേ ഇവൾ, അതുകൊണ്ടായിരിക്കാം. ഇവളുടെ മനസ്സ് മുഴുവൻ അവനാ. കാത്തിരുന്ന് മുഷിയുമ്പോ ഓർമ്മകൾക്ക് മങ്ങലേക്കും. അന്നേരമെങ്കിലും എന്നെ സ്നേഹിക്കാനായെങ്കിൽ അതിനുവേണ്ടി മരണം വരെ കാക്കാനും ഞാൻ തയ്യാറാ. അകന്നു പോകുന്ന രഘുവിനെ ദൃഷ്ടി പറിച്ചെടുക്കാതെ രാജി നോക്കി നിന്നു. കോഴ്സ് പൂർത്തിയാക്കി വന്ന അജിന പലയിടങ്ങളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. അന്വേഷിക്കുന്നിടത്തെല്ലാം കെട്ടിവെക്കേണ്ടത് 2-3 ലക്ഷണങ്ങളാണ്. ഒടുവിൽ അവളുടെ ഭാഗ്യമെന്നേ പറയണ്ടു. ചിറ്റാരിപ്പുര ഹൈസ്കൂളിൽ 50,000 രൂപ കെട്ടിവെച്ചാൽ ജോലി ശരിയാവും എന്നൊരറിവ് കിട്ടി. അന്ന് ജോലി കഴിഞ്ഞ് വന്ന രാജിയുടെ മുമ്പിൽ അവൾ ഇക്കാര്യം എടുത്തിട്ടു. പെട്ടെന്നൊരു മറുപടി പറയാൻ രാജിക്കായില്ല. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? രാജിയുടെ മൗനം നീളുന്നത് കണ്ട് അജിന ചോദിച്ചു. എന്തു പറയണം എന്ന് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ലെന്നറിയാലോ. ഉള്ളത് അപ്പപ്പോ തന്നെ നിനക്ക് അയച്ചു തരാറില്ലേ? എന്നാലും ചേച്ചി വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ, അജിന പറഞ്ഞു. അപ്പോ ഞാൻ കയ്യിൽ വെച്ച് കളവ് പറയുന്നു എന്നാണോ നീ പറയുന്നത്? എന്നല്ല, പിന്നെ മനസ്സിൽ എന്താണുള്ളതെന്ന് വെച്ചാ തെളിച്ചു പറ. നിനക്കൊരു ജോലി ലഭിക്കണമെന്ന് തന്നെയല്ലേ ഈ ചേച്ചിയുടെ ആഗ്രഹം? അത് ചേച്ചിയുടെ ഓട്ടോറിക്ഷ വിറ്റ കാര്യം നടക്കും. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുത്ത് പുതിയത് വാങ്ങുകയും ചെയ്യാം. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെയായി അടച്ചു തീർക്കുകയും ചെയ്യാം, അജിന പറഞ്ഞു. ഓട്ടോറിക്ഷ വിറ്റ കഷ്ടിച്ചൊരു 25 കിട്ടുമായിരിക്കും. ബാക്കിയോ? ബാക്കിക്ക് ചേച്ചിയുടെ കുറെ ആഭരണങ്ങൾ വിറ്റാ പോരെ? ആഭരണങ്ങൾ എന്ന് പറഞ്ഞ ഇത്ര നാളും അച്ഛൻ നിധി പോലെ കാത്തു സൂക്ഷിച്ച് അമ്മയുടെ നഗത്താലിമാല വിൽക്കാൻ ചേച്ചിക്ക് ആവില്ല. പിന്നെ കൃഷ്ണ അണിച്ച ഈ താലി മരിക്കുവോളം എന്റെ കഴുത്തിൽ തന്നെ വേണമെന്നാണ് എന്റെ ആഗ്രഹം. വേണ്ട, ചേച്ചിയുടെ വളകളുണ്ടല്ലോ, അത് വിറ്റ ഒരു 15,000 കിട്ടും. അപ്പൊ മൊത്തം 40,000 ആയി. ബാക്കി 10 അത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അജിന് തന്നെ അതിന് വഴി കണ്ടെത്തി. ചിറ്റാരിപ്പുര സ്കൂളിലെ ജോലി തനിക്ക് ഉറപ്പായി. അജിന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓട്ടോറിക്ഷ വിൽക്കാമെന്ന് അജിനയ്ക്ക് വാക്കുകൊടുത്തെങ്കിലും മുൻപോട്ടുള്ള ജീവിത പ്രയാണം ഓർത്ത് രാജിക്ക് വേവലാതി ഉണ്ടായിരുന്നു. ജോലിയും ശമ്പളവും ഒക്കെയായ അജിനയും വീട് മറക്കില്ലെന്ന് ആര് കണ്ടു? ജോലി ലഭിക്കുന്നതിന് മുമ്പ് ബിന്ദുവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴോ? സാരമില്ല, എന്തും നഷ്ടപ്പെടുത്തിയാലും അനുജത്തിമാർക്ക് വേണ്ടിയല്ലേ. ഒടുവിൽ അങ്ങനെ അവൾ സമാധാനിച്ചു. പിറ്റേന്ന് തന്നെ രാജി ഓട്ടോറിക്ഷ വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വളകൾ വിറ്റ് 15,000 രൂപ വീട്ടിൽ കൊണ്ടുവന്ന് ഭദ്രമായി പൂട്ടിവെച്ചു.
ലോൺ എടുക്കാനായി ബാങ്കിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. അവിടെ നിന്നും ഒരു മാസത്തേക്ക് യാതൊരുവിധ പണമിടപാടുകളും നടത്തുന്നില്ല എന്ന്. ആ വിവരം അറിഞ്ഞതോടെ അജിന ആകെ തളർന്നു. ഊണും ഉറക്കവുമില്ലാതെ സദാ നേരവും ചിന്തയിലാണ്ട് കിടക്കുന്ന അനുജത്തിയെ കണ്ടപ്പോ രാജിക്ക് സഹതാപം തോന്നി. നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവിടെ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, വേറെ എവിടെയെങ്കിലും ഒഴിവില്ലാതിരിക്കില്ലല്ലോ. ഒഴിവില്ലാത്തത് കൊണ്ടല്ല, എല്ലായിടത്തും ലക്ഷങ്ങൾ പറയുമ്പോ അവിടെ 50 ഒതുങ്ങും. അതുകൊണ്ടാ. ചേച്ചി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ ചാകും. ഉറപ്പാ. അജിന വാശി പിടിച്ചു. പറഞ്ഞതുപോലെ തന്നെ നിരാഹാരവും തുടങ്ങി. രാജി ആകെ ധർമ്മസങ്കടത്തിലായി. അച്ഛനെ അറിയിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നറിയാം. അജിനയുടെ നിരാഹാരം 2ാം ദിവസവും തുടർന്നു. രാജിക്ക് ആകെ വേവലാതിയായി. എത്ര ചിന്തിച്ചിട്ടും കാശുണ്ടാക്കുന്ന വഴിയെ പറ്റിയുള്ള ഒരു ഊഹവും അവൾക്ക് ലഭിച്ചില്ല. കാട് കയറിയ ചിന്തകൾക്കൊടുവിലാണ് അവളുടെ കണ്ണുകൾ താലിമാലയിലേക്ക് നീണ്ടത്. രാജി മാല കഴുത്തിൽ നിന്നൂരി തിരിച്ചു മറിച്ചു നോക്കി. മരിക്കും വരെ കൃഷ്ണയിട്ട മാല കഴുത്തിൽ തന്നെ കിടക്കണമെന്ന ആഗ്രഹം വെള്ളത്തിൽ ഒലിച്ചുപോയി. മാല കഴുത്തിലിട്ട് രാജി അജിനയുടെ മുറിയിലേക്ക് ചെന്നു. നീ എഴുന്നേറ്റ് വല്ലതും കഴിക്കുമോളെ. അജിന മിണ്ടിയില്ല. മിണ്ടാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നതാണ് ഉചിതം. കാശിനു വേണ്ടി പട്ടിണി അടക്കണ്ട, ചേച്ചി ഉണ്ടാക്കി തരാം. അത് കേട്ടതും ആവശ്യതയ്ക്കിടയിലും അജിനയുടെ നയനങ്ങൾ ഒന്ന് തിളങ്ങി. അടുത്ത ദിവസം ടൗണിലേക്ക് പോയ രാജി തിരികെ വരുമ്പോൾ കഴുത്തിലുണ്ടായിരുന്ന മാലയ്ക്ക് പകരം കറുത്ത ചരടിൽ കോർത്ത താലി മാത്രമാണ് ഉണ്ടായിരുന്നത്. രഘുവിനെയാണ് ഓട്ടോറിക്ഷ വിൽക്കാൻ ഏൽപ്പിച്ചിരുന്നത്. വിലയിൽ ഒക്കാതിരുന്നത് കൊണ്ട് ഓട്ടോറിക്ഷ വിൽക്കുന്നതിന് ആദ്യമൊക്കെ തടസ്സം നേരിട്ടിരുന്നു. എങ്കിലും ഒരാഴ്ചയിലേറെ പോകാതെ അവൻ വിൽപ്പന നടത്തി കാശ് രാജിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് ചെയ്യാനാണ് രാജിയുടെ പ്ലാൻ? എല്ലാം വിറ്റുപെറുക്കി അഞ്ജത്തിക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുമ്പോ നീ കരുതുന്നുണ്ടോ നിനക്ക് വേണ്ടി അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന്? കാശ് ഏൽപ്പിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. അവര് നന്നാവണം, അത്രേ എനിക്കുള്ളൂ. രാജയുടെ മനസ്സ് പാവ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ബിന്ദുവിനെ പോലെ അജിനെയും അവളുടെ വഴി നോക്കിയാ പിന്നെ എന്തുണ്ട് നിനക്ക്? രാജിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആഴ്ചകൾ നീണ്ടു. അജിന ഇന്ന് ചിറ്റാരിപ്പുര ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. വീടിനോട് ചേർന്നുള്ള 10 സെന്റ് ഭൂമിയിൽ പച്ചക്കറി കൃഷിയുമൊക്കെയായി രാജി ജീവിതം തള്ളി നീക്കുന്നു. കമാരനിപ്പോ പഴയതുപോലെ പണിയൊന്നും എടുക്കാൻ വയ്യാതായിട്ടുണ്ട്. എങ്കിലും പച്ചക്കറി കൃഷിയിൽ രാജിയെ സഹായിക്കാൻ അയാളും കൂടും. ജോലി ലഭിച്ചതോടുകൂടി അജിനയ്ക്ക് കുറച്ചൊരു ഗർവുണ്ടോ എന്ന സംശയത്തിലാണ് രാജി. വീട്ടിലുള്ള ഏത് നേരവും മുറി അടച്ച് വായനയോ എഴുത്തോ ആയിരിക്കും. ഏത് കാര്യവും ചോദിക്കുകയല്ല, ആജ്ഞാപിക്കുകയാണ് ചെയ്യാറ്. സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ദേഷ്യമാണ് തോന്നാറ്. എന്നാൽ രാജിക്ക് അഭിമാനമാണ് ഉണ്ടായത്. തന്റെ അനുജത്തി നാട്ടിൽ വിലയും നിലയുമുള്ള ഒരു അധ്യാപികയാണ്. അപ്പോ അതിന്റെ പവർ അവൾ കാണിക്കണം. പക്ഷെ ശമ്പളം കിട്ടിയപ്പോൾ അവൾ ബിന്ദുവിന്റെ സ്വഭാവം തന്നെ കാണിച്ചു തുടങ്ങി. കഴുത്തിലും കയ്യിലും നിറയ്ക്കാനാണ് അവൾ കിട്ടുന്ന ശമ്പളം അധികവും ഉപയോഗിച്ചത്. അതൊക്കെ കാണുമ്പോ രാജിക്കും ചെറിയൊരാശ. കഴുത്തിൽ കിടക്കുന്ന ചരടൊന്ന് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അന്ന് തന്നെ അവൾ അത് അജിനയോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും രാജിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അജിന തയ്യാറായില്ല. ഒരു ശനിയാഴ്ച ദിവസം ഏതോ വാഹനത്തിന്റെ ശബ്ദം കേട്ടാണ് രാജി പുറത്തിറങ്ങിയത്. ഗേറ്റ് കടന്നു വരുന്ന മുഖങ്ങൾ ഒന്നും പരിചയമില്ലാത്തതായിരുന്നു. എങ്കിലും കമാരൻ അവരെ നന്നായി സ്വീകരിച്ചിരുത്തി. ഞങ്ങൾ ഇവിടുത്തെ ഇളയ കുട്ടിയെ പെണ്ണന്വേഷിച്ചു വന്നതാ. കൂട്ടത്തിൽ ഒരു കാരണവർ സംസാരിച്ചു തുടങ്ങി. ഇവന് വേണ്ടിയ പെണ്ണ്. അധ്യാപകനായ ഇവന് ഒരു അധ്യാപികയെ തന്നെ വേണമെന്ന് വാശി. പിന്നെ ജാതകത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെടണം, അത്രമാത്രം. കുട്ടി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. കമാരൻ അജിനയെ വിളിച്ചു. എന്താ കുട്ടിയുടെ പേര്? പെണ്ണു കാണാൻ വന്നവരുടെ മുന്നിൽ നാണത്തോടെ തലയും കുരിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വെല്ലുവിളിയായി തലയുയർത്തി നിൽക്കുന്ന അജിനയോട് ചെറുക്കന്റെ അച്ഛൻ ചോദിച്ചു. കുട്ടിയുടെ പേരെന്താ? അജിന, അവൾ പറഞ്ഞു. ഇത് എന്റെ മകൻ വിനയൻ. ഇവനും കുട്ടികളെ പഠിപ്പിക്കൽ തന്നെ ജോലി. കുട്ടി ഇവന് ഇഷ്ടായി. ഇനി കുട്ടിയുടെ കാര്യം കൂടി അറിയണം. അജിന ആ ചെറുപ്പക്കാരനെ ആകമാനമൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ആ ചെറുപ്പക്കാരനൊന്ന് ചൂളി. അജിനയ്ക്ക് ആളെ ഇഷ്ടപ്പെട്ടു. പറയാനൊരു മടി. കുട്ടി പോയിക്കോളൂ, മറുപടി എന്തായാലും അച്ഛനോട് പറഞ്ഞാ മതി. അജിന അവിടുന്ന് പിൻവാങ്ങി. കല്യാണത്തിന് ഇനി 3 ദിവസം.
അന്ന് സ്കൂളിൽ ചെന്നപാടെ അജിന സഹപ്രവർത്തകരെല്ലാം ക്ഷണക്കത്തേൽപ്പിച്ചു. ടീച്ചർ എന്താ ഞങ്ങളൊക്കെ വെറും അശ്വാക്കിയത്? അതെന്താ ലത ടീച്ചർ അങ്ങനെ പറഞ്ഞത്? സ്വതവേ കുശുംബിയായ ലത ടീച്ചറുടെ വർത്തമാനം അജിനിക്ക് ദഹിച്ചില്ല. അല്ല, ഇവിടുത്തെ ഒരു ടീച്ചറുടെ കല്യാണമുണ്ടെങ്കിൽ പെണ്ണുകാണൽ തൊട്ട് കല്യാണം വരെയുള്ള കാര്യങ്ങൾ പരസ്പരം അറിയിക്കുമായിരുന്നു. ഇതിപ്പോ കല്യാണത്തിന് 3 ദിവസം ബാക്കിയുള്ളപ്പോ പേരിനൊരു ക്ഷണക്കത്ത്. അതുകൊണ്ട് ചോദിച്ചതാ. സോറി ടീച്ചറെ, നമ്മൾ സ്കൂളിൽ വരുന്നത് പിള്ളേരെ പഠിപ്പിക്കാനാണ്, അല്ലാതെ വീട്ടുകാരെ ചർച്ച ചെയ്യാനല്ല. എനിക്കതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല താനും, അജിന വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇതിനു മുമ്പ് ആരോടും പറയരുതായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ഇല്ലയോ എന്ന് അജയൻ സാറ് പറയട്ടെ. അജിന മറ്റ് അധ്യാപകരുടെ ഇടയിൽ നിന്നും അജയന്റെ മുഖം തെരഞ്ഞു പിടിച്ചു. ആ മുഖം താഴ്ന്നു പോകുന്നത് അവൾ കണ്ടു. അപ്പോ ഇവർ പടപ്പുറപ്പാടിന് ഒരുങ്ങി നിന്നത് തന്നെ. അജയന് താനുമായുള്ള സുഹൃത്ബന്ധത്തെ ഊതിപ്പെരുപ്പിച്ച് കഥകളുണ്ടാക്കി സ്കൂൾ മുഴുവൻ വിതരണം ചെയ്തത് ഇവർ തന്നെയാണെന്ന് വ്യക്തമായതാണ്. ഇപ്പോ വിവാഹിതരാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ കുശുമ്പ് ഇരട്ടിച്ചു. വെറുതെ അല്ല 40-ാമത്തെ വയസ്സിലും ഒരാണും തിരിഞ്ഞു നോക്കാത്തത്. അജിന മനസ്സിൽ പെറുപെറുത്തു. ടീച്ചർ എന്താ ഒന്നും പറയാത്തത്? അജിനയുടെ മൗനം കണ്ട് വിജയീഭാവത്തോടെ ലത ടീച്ചർ ചോദിച്ചു. ടീച്ചർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കല്യാണക്കാര്യം ഞാൻ അജയൻ സാറിനോട് പറഞ്ഞിരുന്നു എന്ന് സമ്മതിക്കണം. അത്രയല്ലേ വേണ്ടൂ? ദേഷ്യം ഉള്ളിലടക്കി അജിന ചോദിച്ചു. അങ്ങനെ വെറുതെ സമ്മതിക്കുകയൊന്നും വേണ്ട, സത്യമാണെങ്കിൽ മാത്രം മതി. സത്യം തന്നെയാ. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ടീച്ചർക്ക് സൗഹൃദം കൂടാൻ ഇവിടുത്തെ ഡസൻ കണക്കിന് ടീച്ചർമാരുണ്ടല്ലോ. ലത ടീച്ചർ വിടാൻ ഒരുക്കമല്ലായിരുന്നു. ദേ, ടീച്ചറുടെ സംസാരം അതിര് കടക്കുന്നുണ്ട്. ടീച്ചർക്ക് ടീച്ചറുടെ കാര്യം നോക്കിയാ പോരെ, ബാക്കിയുള്ളവരെ വെറുതെ വിടരുതോ? അത്രയും വരെ ക്ഷമിച്ചു നിന്ന അജയനും ശോഭം പൊട്ടിത്തെറിച്ചു. സാറ് പറഞ്ഞത് ശരിയാ. ലത ടീച്ചർക്ക് അല്ലെങ്കിലും പണ്ടേ ഉള്ളതാ ആർക്കെങ്കിലും നല്ല കാര്യം വരുമ്പോഴുള്ള കുനിഷ്ട്. മറ്റു അധ്യാപകരെല്ലാം അജയന്റെ ഭാഗം ഏറ്റുപിടിച്ചപ്പോൾ ലത ടീച്ചർ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെയായി. ആകെ ചൂളി നിൽക്കുന്ന ലത ടീച്ചറെ രക്ഷപ്പെടുത്താൻ എന്നോണം ബെല്ലടിച്ചു. ഇന്റർവെൽ സമയത്ത് അജയനെ കണ്ടുമുട്ടിയപ്പോൾ അജിന പരിഭവം നടിച്ചു. നല്ല പണിയാ കാണിച്ചത്. സാറില്ലാതെ ആ മന്ദരയുടെ മുമ്പിൽ വലതും വിളമ്പൂ. അതിന് ഞാനല്ല അവരോട് പറഞ്ഞത്. പിന്നെ ഹോട്ടലിൽ വെച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ടേപ്പ് ചെയ്തെടുത്തതോ? ഓ, അജിന വളരെ സീരിയസ് ആണല്ലോ. പിന്നല്ലാതെ, അത്രയും സഹപ്രവർത്തകരുടെ മുമ്പ് വെച്ച് എന്തായിരുന്നു അവരുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ? അജിന അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ കല്യാണം കഴിയുന്നത് വരെ മാത്രമേ അവരുടെ തുള്ളലുണ്ടാകൂ. ആ, അജിൻ ഭക്ഷണം കൊണ്ടുവന്നോ? ഇല്ല, സാറിനോടൊപ്പം ഹോട്ടൽ ഭക്ഷണമാകാമെന്ന് വെച്ചു. തീന്മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി ഓർഡർ കൊടുത്ത ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അജയന്റെ കണ്ണുകൾ അജിനയെ ഒഴിയുകയായിരുന്നു. ഇന്നൊരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അവസാന ദിനമായിരിക്കും അല്ലേ? അതെന്താ സാറിന് അങ്ങനെ തോന്നാൻ? വിവാഹം കഴിഞ്ഞ അജിന ട്രാൻസ്ഫർ വാങ്ങി തേക്കുതൊടിയിലേക്ക് പോകില്ലേ? പോകാനാണ് സാധ്യത. നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, എങ്കിലും മറ്റെന്തോ അടുപ്പം അജിനയോട് എനിക്ക് തോന്നുന്നു. ഐ മീൻ, ഞാനൊരു വിവാഹിതനല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അജിനയെ വേറൊരുത്തിന് വിട്ടുകൊടുക്കില്ലായിരുന്നു. അജിനയ്ക്ക് സന്തോഷം നൽകിയ വാക്കുകൾ തന്നെയായിരുന്നു അത്. ഇതാ, ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അവസാന ദിനം എന്നെന്നും ഓർക്കാൻ. വെയിറ്റർ മേശമേൽ കൊണ്ടുവച്ച പ്ലേറ്റിൽ നിന്നും ചോറ് വാരി ഉരുളയാക്കി അജയൻ അജിനയുടെ വായിലേക്ക് ഇടാൻ തുടങ്ങിയതും പൊടുന്നനെ അവിടെ ഒരു ഫ്ലാഷ് മിന്നി മറഞ്ഞു. ഞെട്ടിപ്പോയ അവർ ചുറ്റും കണ്ണോടിച്ചെങ്കിലും പ്രത്യേകിച്ച് ആരെയും അവർക്ക് അവിടെ കാണാനായില്ല. പേടിച്ചിരിക്കുന്ന അജിനയെ ഒന്ന് നോക്കിയിട്ട് അജയൻ ഹോട്ടൽ വരാന്തയിലേക്ക് ഓടിയിറങ്ങി. സംശയം തോന്നത്തക്ക ആരും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. കല്യാണം വീട്ടിൽ വെച്ചായതുകൊണ്ട് പന്തലൊക്കെ കേമമായിട്ട് വേണമെന്നാണ് കമ്മാരന്റെ പക്ഷം. 10-12 ആൾക്കാര് തകൃതിയായി പന്തല് പണിയിൽ മുഴുകിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളുമായി അരികെ കമ്മാരനുമുണ്ട്. ബൊക്കയും മാലയും കൊണ്ടുവരാൻ രഘുവിനെ ചട്ടം കെട്ടിയിട്ടുണ്ട്. തലയിൽ ചൂടാനുള്ള മുല്ലമാല വാങ്ങിക്കാനായി ടൗണിൽ പോയ രാജി തിരികെ വരുമ്പോൾ ഓട്ടോറിക്ഷ പിടിച്ചാണ് വന്നത്. വീട്ടിലേക്ക് എത്താൻ ഏതാനും വാര അകലെയുള്ളപ്പോഴാണ് 2 കാൽനട യാത്രക്കാരെ രാജി കാണുന്നത്. അവരിൽ ഒരാൾ വിനയന്റെ അച്ഛനാണെന്ന് രാജി തിരിച്ചറിഞ്ഞു. ഉടനെ അവൾ ഡ്രൈവറോട് ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു. ശേഷം ചാർജ് കൊടുത്ത് മടക്കി.
കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചു പോകാൻ തുടങ്ങിയ കാരണവരുടെ മുൻപിലേക്ക് അവൾ നീങ്ങി. നിങ്ങളിവിടെ? തുടർന്ന് എന്ത് ചോദിക്കണമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ നാളെ കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിലേക്കാ. ഒരു മയമില്ലാതെ കാരണവര് പറഞ്ഞു. തന്നെ അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് രാജിക്ക് തോന്നി. മാത്രമല്ല ആ വരവ് നല്ലതിനല്ല എന്നും അവൾക്ക് ഉറപ്പായി. നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ആ വീട്ടിലെ മൂത്ത കുട്ടിയാ, രാജി പറഞ്ഞു. ഓഹോ, നീയായിരുന്നു ഇത്. ഒരുത്തി ജാതി മാറിപ്പോയത് അറിഞ്ഞപ്പോഴേ പറഞ്ഞതാ ഞാൻ അവനോട് ഈ കല്യാണം വേണ്ടെന്ന്. ഇവിടെ സമ്മതിക്കാം. ഇപ്പോഴിതാ. വേണ്ട, കുട്ടിയോട് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് അയാളോടാ, ആ കമ്മാരൻ നായരോട്. പല്ലുകൾ ഞെരിച്ച് കൈകൾ ആഞ്ഞു വീശി അദ്ദേഹം മുമ്പോട്ട് നടന്നു. ഏതാനും നിമിഷം ആ പോക്കി നിന്ന രാജി പെട്ടെന്നുള്ള ഓർമ്മത്തള്ളലിൽ കയ്യിലിരുന്ന മുല്ലമാല വലിച്ചെറിഞ്ഞ് കാരണവരെ ലക്ഷ്യമാക്കി ഓടി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. എന്റെ മകൻ നിന്റെ അനിയത്തിക്കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടില്ല, അത്ര തന്നെ. ഏ? ഒരു നിമിഷം ആശ്ചര്യസ്തബ്ധയായ രാജി അദ്ദേഹത്തെ തുറച്ചു നോക്കി. നിങ്ങൾ എന്താ പറഞ്ഞത്? നിശ്ചയിച്ച കല്യാണം നടക്കില്ലാന്നോ? താലി കെട്ടില്ല എന്ന് പറഞ്ഞ കല്യാണം നടക്കില്ല എന്ന് തന്നെയാണ്. നടന്നുകൊണ്ട് കാരണവർ പറഞ്ഞു. ആ നടു റോഡിൽ നിന്ന് രാജി വിതുമ്പി. ഈശ്വര, ഇത് താങ്ങാനുള്ള കെൽപ്പ് അച്ഛന്റെ ഹൃദയത്തിനുണ്ടാകുമോ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തകരാൻ പോകുന്നത് അച്ഛന്റെ ജീവനായിരിക്കും. ഇല്ല, അതിനനുവദിച്ചുകൂടാ. ദൃഢനിശ്ചയത്തോടെ ഓടിച്ചെന്ന രാജി വിനയന്റെ അച്ഛന് വഴിതടസ്സം സൃഷ്ടിച്ചു. ദയവ് ചെയ്ത് നിങ്ങളിപ്പോ അങ്ങോട്ട് പോകരുത്. ഒരറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നത് അച്ഛൻ. ഇതും കൂടി താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടാകില്ല. കല്യാണം കൂടാൻ കെട്ടിയ പന്തലിൽ ശവം കിടത്താൻ ഇടയാക്കരുത് നിങ്ങൾ. കൈകൾ കൂപ്പി കാരണവരോട് അവൾ യാചിച്ചു. കുട്ടിയുടെ അച്ഛന്റെ അറ്റാക്കിനെ കരുതി ഞാൻ എന്റെ മകനെ കുരുതിക്ക് കൊടുക്കണോ? വേണ്ട, നിങ്ങളുടെ മകൻ എന്റെ അനുജത്തിയുടെ കഴുത്തിൽ താലി കെട്ടണ്ട. പക്ഷേ ഒന്ന് എനിക്കറിയണം, എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഞങ്ങളോട് ഈ ചതി ചെയ്യുന്നത്? അത് പറയാൻ തന്നെ വന്നത്. കുട്ടി വഴിന്ന് മാറ്. വേണ്ട, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. അതല്ല, അച്ഛന്റെ ശവം കണ്ടാലേ തൃപ്തിയാകുകയുള്ളൂ എങ്കിൽ പൊയ്ക്കോ. രാജി മാർഗതടസ്സം നീങ്ങി. മുൻപോട്ടോ പിൻപോട്ടോ എന്നറിയാതെ വിനയന്റെ അച്ഛൻ ഏതാനും നിമിഷം അവിടെ തറഞ്ഞു നിന്നു. ശേഷം ജുബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് രാജിക്ക് നേരെ നീട്ടി. കുട്ടിയുടെ അച്ഛനെ കൊന്ന് നിങ്ങളെ വഴിയാധാരാക്കുന്നില്ല. ഇതാ, കുട്ടി ചോദിച്ചതിന് ഉത്തരം ഇതിലുണ്ട്. എന്റെ മകന് ഭാര്യയായി വേണ്ടത് സ്വഭാവ ഗുണമുള്ളൊരു പെണ്ണിനെയാണ്, അല്ലാതെ വേശ്യാപട്ടം കിട്ടിയാലല്ല. ചെന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. അകന്നു പോകുന്ന കാരണവരെ നോക്കി രാജി മരവിച്ചു നിന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്? അജിന് ഒരു വയേശ്യാണെന്നോ? ഈശ്വര, എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ വേദനിപ്പിക്കുന്നത്? പോരെ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈശ്വരന്റെ ഈ ക്രൂരത? ഒളിച്ചിറങ്ങുന്ന കണ്ണുനീര് ഇടതു കൈ കൊണ്ട് തോർത്തി കളഞ്ഞിട്ട് വിറയലോടെ ആ കവർ പൊളിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ തോന്നിക്കുന്ന അജിനയുടെയും ഒരു ചെറുപ്പക്കാരന്റെയും പല പോസിലുള്ള ഫോട്ടോകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഫോട്ടോകളിൽ ഉടക്കി നിന്ന രാജിയുടെ മിഴികളിൽ ഒരു തരം നിർവികാരത കളിയാടി. മരവിച്ചു പോയ അവളുടെ മനസ്സിൽ വീട്ടിൽ ഉയർന്നു പൊങ്ങിയ കല്യാണപ്പന്തലും ദേഹണ്ണക്കാരുടെ ഇടയിൽ കളിച്ചിരിയുമായി നടക്കുന്ന അച്ഛന്റെ രൂപവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിവരം അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്നുവെച്ച് അറിയിക്കാതിരിക്കാനാവുമോ? സന്തോഷത്തിൽ ആറാടുന്ന അച്ഛനെ കരയിപ്പിക്കാൻ തന്നെ കൊണ്ടാകുമോ? ചെകുത്താനും കടലിനും നടുവിൽ അകപ്പെട്ടതുപോലെ രാജി പകച്ചു നിന്നു. പൊടുന്നനെയാണ് അവളുടെ മനസ്സിലേക്ക് ഒരു പുതു വെളിച്ചം വീശിയത്. വീട്ടുമുറ്റത്ത് ഉയർന്ന പന്തലിൽ നാളെ അജിനയുടെ വിവാഹം നടക്കണം. വരൻ വിനയൻ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ഷണനേരം കൊണ്ട് അവൾ കവർ പെട്ടെന്നാരും കാണാത്ത വിധം അഴിയിൽ തിരികെ വെച്ചിട്ട് വീട്ടിലേക്ക് ഓടി. എത്തിയ ഉടനെ അജിനയെ തെരഞ്ഞു പിടിച്ച് അവളെയും വലിച്ചുകൊണ്ട് കുളക്കടവിലേക്ക് ഓടി. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്? ദേഷ്യത്തോടെ അജിന ചോദിച്ചു. നിന്നെ വിസ്തരിക്കാനുള്ള സമയമൊന്നും ഇനിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞാ ഇരുട്ട് പരക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കവറിനുള്ളിലുള്ളതിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അരയിൽ തിരുകിയ കവറെടുത്ത് രാജി അജിനയുടെ മടിയിലേക്ക് ഇട്ടു. കവറിനുള്ളിലെ ഫോട്ടോകൾ കണ്ടപ്പോൾ അജിനയ്ക്ക് ഓർമ്മ വന്നത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെയും അജയന്റെയും മേൽ പതിച്ച ഫ്ലാഷുകളായിരുന്നു. വെക്കം പറ, നിന്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം കാട്ടുന്ന ആ ചെറുപ്പക്കാരൻ ആരാണ്? രാജി തിടുക്കം കൂട്ടി. അത് എന്റെ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അവന് നീയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചത്. സുഹൃത്ത് ബന്ധം?
കൂസലന്യെ അജിന പറഞ്ഞു. സുഹൃത്ത് ബന്ധം. ഒരേ സീറ്റിലുള്ള വാഹനയാത്രയും ഒരേ പാത്രത്തിൽ നിന്നുള്ള തീറ്റയും കൈകോർത്ത് പിടിച്ചുള്ള നടത്തവും ഇതൊക്കെയാണോ സുഹൃത്ത് ബന്ധം? അതും ഒരു പുരുഷൻ? ചേച്ചി ഇതത്ര വലിയ ആനക്കാര്യമാക്കേണ്ടതൊന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ അസൂയ പോണ്ടവർ സ്കൂളിൽ ധാരാളമുണ്ട്. അവരാരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കും ഇത്. എനിക്കിത് അത്ര ആനക്കാര്യമാക്കാൻ പറ്റില്ല. കാരണം നീ എന്റെ അനുജത്തിയായി പോയില്ലേ. പക്ഷെ ചെറുക്കൻ വീട്ടുകാർക്ക് ഇതൊരു ആനക്കാര്യം തന്നെ. അവർക്ക് ഈ കല്യാണം വേണ്ടാന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ അജിന കണ്ണുമിഴിച്ചു. വിഴിഞ്ഞ കണ്ണിൽ നിന്നും വെള്ളം ചാലിട്ടൊഴുകി. ഇപ്പൊ കരഞ്ഞു നിൽക്കാനും സമയമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്ന പന്തലിൽ വെച്ച് നാളെ തന്നെ നിന്റെ കല്യാണം നടക്കണം. അതിനുള്ള വഴികളാ നമ്മൾ ആലോചിക്കേണ്ടത്. രാജി അനുനയത്തിൽ കൂടി. അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് വഴി ആലോചിക്കേണ്ടത്? അജിനയുടെ ഗർവ് എങ്ങോ അപ്രത്യക്ഷമായി. നിന്റെ കൂട്ടുകാരൻ ചെക്കന്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? ചിറ്റാരിപ്പുഴ. സ്കൂളിൽ നിന്ന് ഓട്ടോയിൽ പോയ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം, അജിന പറഞ്ഞു. നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം. രാജി എഴുന്നേറ്റു. അതെന്തിനാ അവനെ കാണുന്നത്? വേണം, നീ വാ. രാജിയുടെ നിർബന്ധം കൂടി. വേണ്ട, ചേച്ചിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞാലേ ഞാൻ വരൂ. മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയുകയില്ല അല്ലേ? രാജിക്ക് ദേഷ്യം വന്നു. അവൻ നിമിത്തമാ നിന്റെ കല്യാണം മുടങ്ങിയത്. ഇനി അവൻ തന്നെ നിന്നെ കെട്ടട്ടെ. ഈ ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ പോലൊരു സ്ത്രീ തന്നെയാ അയാളുടെ ഭാര്യയും. അവൻ വിവാഹം കഴിച്ചതാണോ? വിവാഹം കഴിച്ചത് മാത്രമല്ല, ഒരു കുട്ടിയുമുണ്ട്. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചല്ലേ ഭഗവാനെ. രാജി തലയിൽ കൈവച്ച് പറഞ്ഞു. എന്നെ പ്രതി ചേച്ചി വിഷമിക്കേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പുതിയ കണ്ടുപിടുത്തത്തിന്റെ ദൃഢത അജിനയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. നിന്റെ കണ്ടുപിടുത്തം എന്താണെന്ന് ചേച്ചിക്കറിയാം. അതിന് സമയമായിട്ടില്ല. എനിക്കൊരാളെ കാണാനുണ്ട്. ഒന്നുകിൽ നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിന് നിന്റെ കല്യാണം നടക്കും, അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിന് നമ്മൾ 3 പേരുടെയും ശവമടക്കം നടക്കണം. മോള് വീട്ടിലേക്ക് പോയിക്കോളൂ. ചേച്ചി ഇരുട്ടാകുന്നതിന് മുമ്പ് അങ്ങെത്താം. രാജി കുളപ്പടവ് കയറി. ആൾക്കാരെ കാണുമ്പോൾ വേഗത്തിൽ നടക്കുകയും ആളില്ലാത്തപ്പോൾ ഓടുകയും ചെയ്യുന്ന രാജിയുടെ പോക്ക് ഇപ്പോൾ ലൂക്കോസ് ചർച്ചിന്റെ വലതുവശത്തെ വെട്ടുവഴിയിൽ കൂടിയാണ്. ഒടുവിൽ നീല പെയിന്റ് അടിച്ച ഒരു ചെറിയ വാർപ്പ് വീടിന് മുന്നിൽ നിന്നവൾ ശക്തിയായി കിടപ്പ് നടക്കി. ഷെൽഫിൽ ഘടിപ്പിച്ച വലിയൊരു നീലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകിയായിരുന്ന രഘു പുറകിലായി വന്നു നിന്ന രൂപത്തെ കണ്ണാടിയിൽ കണ്ട് അത്ഭുതത്തോടെ തിരിഞ്ഞു. രാജി ഇവിടെ? അമ്പരപ്പോടെ രഘു ചോദിച്ചു. എനിക്ക് രഘുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ രാജി? രാജി വാതിൽക്കിലേക്ക് കണ്ണോടിച്ചു. അത് മനസ്സിലാക്കി എന്നോണം രാജി ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അമ്മ അടുക്കളയിൽ ജോലി തിരക്കിലായിരിക്കും. നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. അത് അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന്. വേണ്ടെന്നോ? രഘുവിനൊരു ഞെട്ടലുണ്ടായി. ആ, ഇത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് നിനക്കറിയാലോ. അതും കരുതി പറയാതിരുന്നാലോ? ഇത് കുഞ്ഞുകളിയാന്നാ നിന്റെ വിചാരം? 10-600 പേർക്കാ നാളെ സദ്യ ഉണ്ടാക്കുന്നത്. അതുമല്ല, രാവിലെ മുതൽ കല്യാണം കൂടേണ്ട ആൾക്കാർ ജാഥ പോലെ വീട്ടുപടിക്കിലെത്തും. അവരോടൊക്കെ സമാധാനം പറയേണ്ടത് കമ്മാരേട്ടൻ ഒരാളാ. ഇപ്പൊ തന്നെ ഉള്ള കാര്യമങ്ങ് തുറന്നു പറഞ്ഞ സദ്യവട്ടം നിർത്താം, കുറെ പേർക്ക് വിവരവും കൊടുക്കാം. അതൊന്നും വേണ്ട രഘു. രാജയുടെ ശബ്ദം താഴ്ന്നു. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പദ്ധതി? നാളെ അവളെ വിവാഹം നടക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, രാജി പറഞ്ഞു. അതിന് ഒറ്റ രാത്രി കൊണ്ട് ഒരു ചെറുക്കനെ എവിടുന്ന് തപ്പിയെടുക്കാനാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല രഘു. ഞങ്ങളെ രക്ഷിക്കാൻ രഘുവിനെ കൊണ്ടേ കഴിയൂ. എന്നെ കൊണ്ടോ? അതെ. നാളെ പറഞ്ഞ മുഹൂർത്തത്തിൽ അജിനയുടെ കഴുത്തിൽ നീ താലി കെട്ടണം. നീ എന്താ പറഞ്ഞത്? അജിനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്നോ? നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നു രാജി? രഘുവിന്റെ കണ്ണിൽ മുത്തുകൾ ഇരുണ്ടു. പറഞ്ഞു നിൽക്കാൻ സമയമില്ല രഘു. ഇരുട്ടാകാൻ തുടങ്ങുകയാണ്. ഇതൊഴിച്ച് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഇത് മാത്രം എനിക്കാകില്ല രാജി. ശരി, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എന്നാലും നാളെ മുഹൂർത്തത്തിന് മുമ്പ് നീ വരണം. കല്യാണം നിശ്ചയിച്ച അതേ സമയത്ത് ഞങ്ങളുടെ ശവമടക്ക് നീ നടത്തണം. അതിനും ഞങ്ങൾക്ക് വേറെ ആരുമില്ല രഘു. കരഞ്ഞുകൊണ്ട് രാജി വാതിൽക്കിലേക്ക് കുതിച്ചു. രാജി! വാതിൽ തുറക്കുന്നതിന് മുമ്പ് രഘു അവളെ കടന്നു പിടിച്ചു. നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. കല്യാണം മാറ്റിവെച്ചു എന്ന് ഞാൻ തന്നെ എല്ലാവരെയും അറിയിക്കാം. ചെറുക്കന്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും.
പിന്നീട് 2 ദിവസത്തിനുള്ളിൽ അവൾക്ക് പറ്റിയ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടെത്തും. പോരെ? വേണ്ട രഘു, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിന് അറുതി വരണമെങ്കിൽ ചാലക്കൽ കമാരനും മക്കളും ഇല്ലാതാകണം. രാജി അവനെ കുതറി. ചാലക്കൽ കമാരന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും കഷ്ടപ്പാട് സഹിച്ചിട്ടില്ല. കുറച്ച് സഹായിച്ചിട്ടുണ്ട് എന്നത് നേരാ. അത് ആ കുടുംബത്തിന് വേണ്ടിയല്ല, അവിടെയുള്ള എന്റെ പെണ്ണിന് വേണ്ടിയായിരുന്നു. സഹിക്കാനാവാത്ത വ്യഥ രഘുവിൽ പ്രകടമായി. ഇരുട്ടാകുന്നു, രാജി പൊയ്ക്കോ. മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ എത്താം അവിടെ, അജ്നയുടെ വരനായിട്ട്. രഘു, രാജയുടെ നയനങ്ങളിൽ സന്തോഷത്തിന്റെ തിരയിളക്കം കണ്ടു. പൊയ്ക്കോളൂ, ഇനിയും നിന്ന് വൈകിക്കണ്ട. ചാലക്കൽ കമാരനെയും മക്കളെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വർഷങ്ങളോളം സ്വന്തം അനുജത്തിയെ പോലെ കൊണ്ടു നടന്ന ഒരു പീക്കിരി പെണ്ണിന്റെ കഴുത്തിൽ താലികെട്ട് മരിച്ചു മരിച്ച് ജീവിക്കാനായിട്ട് രഘു വരും. വിഷാദത്തോടെ രഘു രാജിക്ക് പുറംതിരിഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.